പിണറായി സർക്കാരിന്റെ അവകാശ നിഷേധത്തിനെതിരെ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിലുള്ള ഉത്തരമേഖല ജീവിത സമരയാത്ര കാസർഗോഡ് നിന്ന് പ്രയാണം ആരംഭിച്ചു. ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. This news sponsored by Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kuttiyadi. LDF സർക്കാരിന്റെ അഴിമതിയും കൊള്ളയും ധൂർത്തും അവസാനിപ്പിക്കുക, ജനജീവിതം ദുസ്സഹമാക്കിയ വിലക്കയറ്റത്തിന് പരിഹാരം കാണുക, സർവീസ് പെൻഷൻകാരിൽ നിന്നും കവർന്നെടുത്ത 294 മാസത്തെ ക്ഷാമാശ്വാസ കുടിശ്ശിക വിതരണം ചെയ്യുക, വികലമായ മെഡിസെപ്പ് രണ്ടാം ഘട്ടം പൊളിച്ചെഴുതുക, കൂടുതൽ സ്പെഷ്യാലിറ്റി ആശുപത്രികളെ എംപാനൽ ചെയ്യുക, 2021 പെൻഷൻ പരിഷ്കരണത്തിന്റെ ഭാഗമായി അനുവദിച്ച ക്ഷാമാശ്വാസ കുടിശ്ശികയുടെ 3-4 ഗഡുക്കൾ വിതരണം ചെയ്യുക, പങ്കാളിത്ത പെൻഷൻകാർക്ക് മിനിമം പെൻഷൻ ഉറപ്പുവരുത്തുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ സംസ്ഥാന പ്രസിഡന്റ് MP വേലായുധൻ നയിക്കുന്ന ഉത്തരമേഖല ജീവിത സമരയാത്ര തിങ്കളാഴ്ച രാവിലെ കാസർഗോഡ് നിന്നും ആരംഭിച്ചത്. ഈ ജാഥയ്ക്കാണ് KSSPA ഉദുമ മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ പാലക്കുന്നിൽ ആദ്യ സ്വീകരണം നൽകിയത്. DCC ജനറൽ സെക്രട്ടറി VR വിദ്യാസാഗർ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. ഒരു തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കടന്നു വരുമ്പോൾ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് ഈ രാജ്യത്തെ ജനങ്ങളെ ദുരിതത്തിലാക്കിയ ഒരു സർക്കാർ, ആ സർക്കാരിന്റെ അന്ത്യം കുറിക്കുന്നതിനുള്ള പോരാട്ടം കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി ഏറ്റെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ അതിന് ശക്തി പകരുന്ന രീതിയിലുള്ള പ്രചരണങ്ങളുമായി ഈ ജാഥ കടന്നു വരുന്നത് അഭിനന്ദനാർഹമാണ്. ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. KSSPA നിയോജക മണ്ഡലം പ്രസിഡന്റ് K വിജയൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ജാഥ ലീഡർ MP വേലായുധൻ മുഖ്യപ്രഭാഷണം നടത്തി. ഞങ്ങൾക്കും ഈ സംസ്ഥാനത്തെ ജനങ്ങൾക്കും ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ. എന്താ ആഗ്രഹം? ഈ പിണറായിയുടെ തുടർഭരണം ഒന്ന് അവസാനിപ്പിച്ച് കിട്ടണം. ഈ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ഒരു തെറ്റുപറ്റി. 2021 പ്രളയവും കോവിഡും കഴിഞ്ഞ് നടന്ന തിരഞ്ഞെടുപ്പിൽ ഒരു കിറ്റ് നൽകിയതിന്റെ അടിസ്ഥാനത്തിലും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ കോവിഡ് കാലഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ 1 മണിക്കൂർ നേരത്തെ ടിവിക്ക് മുമ്പിൽ വന്നിട്ടുള്ള പ്രസംഗം, അവിടെ തൊടാൻ പാടില്ല, പൂച്ചയെ തൊടരുത്, നായിയെ തൊടരുത്, നായിക്ക് ഇങ്ങനെ ഭക്ഷണം കൊടുക്കണം, അതെല്ലാം കേട്ടപ്പോൾ നമ്മുടെ അമ്മമാരും സഹോദരിമാരും എല്ലാം തന്നെ ഇദ്ദേഹമാണ് നമ്മളെ സംരക്ഷിക്കാനുള്ള ഏക വ്യക്തി എന്ന രീതിയിൽ ഒരു കിറ്റും കൂടി ലഭിച്ചപ്പോൾ അറിയാതെ അങ്ങ് ഭരണം കിട്ടി. ആ തുടർഭരണം ലഭിച്ചതിന്റെ അഹന്ത, ആ അഹന്ത മൂലമാണ് ഇന്ന് കേരളത്തിലെ ജനങ്ങളെ പാടെ മറന്നുകൊണ്ട് രാഷ്ട്രത്തോടുകൂടി ഇന്ന് അധികാരത്തിൽ തുടരുന്നത്. സംസ്ഥാന സെക്രട്ടറിമാരായ ശ്രീരാമകൃഷ്ണൻ, രവീന്ദ്രൻ കൊയ്യോടൻ, PC സുരേന്ദ്രൻ നായർ, രാജൻ മാസ്റ്റർ, കുഞ്ഞിക്കണ്ണൻ കരിച്ചേരി, C അശോക് കുമാർ, V ദാമോദരൻ, A ദാമോദരൻ, DK കരുണാകരൻ, KV ശ്രീധരൻ, K ശൈലജകുമാരി, സുശീല തുടങ്ങിയവർ സംസാരിച്ചു. മണ്ഡലം സെക്രട്ടറി മീനാകുമാരി സ്വാഗതവും പ്രസിഡന്റ് KV അശോകൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഉദുമ.